തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുരസ്നാഥ ഇത്രത്തോളം അടികളെ വഴിയെടുത്ത് നന്മൾക്കായ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, വർഷത്തിൻ്റെ കർത്താവ് ദിവസങ്ങൾ അത്രയും ഞങ്ങളെ കാത്തുവാഴ്ച നന്മൾക്കായ സ്തോത്രം. കർത്താവേ, പുതുക്കപ്പെട്ട അവസ്ഥയിൽ കർത്താവ് പുതിയ ലക്ഷ്യത്തോടെ പുതിയ ദർശനത്തോടെ അടികളൊക്കെ ഒരു പുതിയ വർഷം നൽകിയിരിക്കുമ്പോൾ കർത്താവ് പ്രകാരം ദൈവം ആത്മീയ ജീവിതത്തിൽ കർത്താവെ മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹത്തുള്ള ശുശ്രൂഷയിൽ കൂടെ അനേകരെ അങ്ങിലേക്ക് ആകർഷിക്കുവാൻ കർത്താവ്, അങ്ങയുടെ വചനം അനേകരുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ അടികളെ കർത്താവെ അങ്ങയുടെ ബലമുള്ള കരങ്ങളാൽ ബലപ്പെടുത്തുകയും കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജനം അങ്ങയുടെ അടിയൻ അങ്ങയുടെ വചനം അങ്ങയുടെ കർത്താവ് വചനം ഏറ്റവും ലളിതമായി തൻ്റെ ജനത്തിന് എത്തിക്കുക മാത്രമല്ല കർത്താവ് അവരുടെ ജീവിതങ്ങളിൽ അതൊരു മാറ്റം വരുത്തുവാൻ കർത്താവ്, അവരെ ചിന്തിപ്പാൻ കർത്താവ്, അങ്ങേയുമായിട്ട് കൂടുതലായിട്ട് അടുക്കുവാൻ അത് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ വാക്കുകളോടും വചസ്സുകളോടും ശബ്ദത്തോടും കണ്ടത്തോടും കൂടെ ഉണ്ടായിരിക്കുന്ന കർത്താവ്. ഒരു പ്രയാസ പ്രതിസന്ധിയിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി ശുശ്രൂഷ നയിക്കുവാൻ അവിടുന്ന് അങ്ങ് സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഓരോ വർഷത്തിൻ്റെയും പ്രാരംഭ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആ വർഷം ചെയ്യേണ്ട പല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും അത് എപ്രകാരമായിരിക്കണമെന്ന് ചിലരൊക്കെ അത് കുറിച്ച് വെക്കുകയും ചെയ്യും. ചിലരൊക്കെ ചിന്തകളിൽ മാത്രം, അതായത് ഈ വർഷത്തെ ലക്ഷ്യം ഇതാണ്. അത് ചിലപ്പോൾ ഭൗതികമായിരിക്കും, ചിലപ്പോൾ ആത്മീയമായിരിക്കും. കൂടുതലും ഭൗതികമായ ലക്ഷ്യങ്ങളിലാണ് ജനം ശ്രദ്ധ വരുത്തുന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ അവരായിരിക്കുന്ന പഠന കാര്യത്തിനൊത്തവണ്ണം അടുത്ത വർഷം, അതായത് ബോർഡ് എക്സാംസിലൊക്കെ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഏത് കോളേജിൽ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടെ ചിന്തയോടെ ആ ഭവനത്തിൽ സംസാരിക്കുകയും കുഞ്ഞുങ്ങളെ അതിനെ ഒരുക്കുകയും ചെയ്യും. അതേസമയം മറ്റ് പഠിച്ച് പാസ്സാകുവാനുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ, അതായത് ഗ്രാജുവേഷനൊക്കെ പൂർത്തീകരിക്കുന്ന രീതിയിലെത്തുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ആ തലമുറകൾക്ക് പുതിയ എന്ത് ചെയ്യണം, മുമ്പോട്ട് ജോലിയാണോ, ഔദ്യോഗിക രംഗത്ത് കയറണോ, അതോ മറ്റ് അപ്പോൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് നമ്മൾ ഈ വർഷം അത് എപ്രകാരം എന്ന് ചെയ്യണമെന്നുള്ള ഒരു രൂപരേഖയോടെ ഓരോ കാര്യങ്ങളും എഴുതി ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നോക്കുമ്പോൾ പല ലക്ഷ്യങ്ങളാണ് നമ്മൾ ഒരു വർഷം വെക്കുന്നത്. ഒരു ഏക ലക്ഷ്യമായിരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ആവശ്യങ്ങൾക്കും ഒത്തവണ്ണം നമ്മുടെ ചിന്തകളിൽ ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുള്ള ലക്ഷ്യങ്ങളിലേക്കാണ് നാം ഓരോന്നും ഒരുക്കുവാൻ പരിശ്രമിക്കുന്നത്. ഈ പരിശ്രമത്തിൽ പലപ്പോഴും നാം ഒരു നിമിഷം ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ആത്മീയ ലക്ഷ്യങ്ങളെ പറ്റി ആരും ഒന്നും ചിന്തിക്കുകയോ പറയാറോ കേൾക്കാറില്ല. അത് നമ്മുടെ ഭവനത്തിലായാലും നമ്മളായിരിക്കുന്ന കൂട്ടായ്മകളിലായാലും ഒന്നും അപ്രകാരം കേൾക്കാറില്ല. സഭകളുടേതായ ലക്ഷ്യങ്ങളെപ്പറ്റി പറയുമ്പോഴും ആ വിവിധ ഇടവകൾ അത് എത്രമാത്രം എങ്ങനെ ചെയ്യണമെന്നുള്ള ചിന്തകളെക്കാട്ടി ഉപരി ആ വർഷം അവരുടെ ഇടവകളുടെ കാര്യങ്ങളെപ്പറ്റി ഒരു പുതിയ ദേവാലയം പുതുക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ അതിനെപ്പറ്റിയുള്ള വൻ കാര്യങ്ങളുള്ള ചർച്ചകളും മറ്റ് കാര്യങ്ങളും ഒക്കെ കേൾക്കുവാൻ ഇടയാകും. ഈ കാലയളവിലൊന്നും നമ്മുടെ ആയിരിക്കുന്ന ശുശ്രൂഷകളിലും ദേവാലയ പ്രവർത്തനങ്ങളിലും കടന്നു വരുന്ന ജനത്തിനെ എപ്രകാരം കർത്താവിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുവാനോ അല്ലെങ്കിൽ വരും തലമുറകളെ കർത്താവിൻ്റെ സാമീപ്യം എങ്ങനെ അവർക്ക് അനുഭവമാക്കുവാൻ കഴിയുമെന്നോ, അതോ നമ്മുടെ യുഗാന്ത ശുശ്രൂഷകളും അല്ലെങ്കിൽ ഈ അവസാന നാൾ ശുശ്രൂഷകൾ എന്താണെന്നൊക്കെ ചിന്തിക്കുവാനുള്ള ഒരു സാഹചര്യം പോലും ഒരുക്കാറില്ല. നിത്യജീവനിലേക്ക് എങ്ങനെ നമുക്ക് കടക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തകൾ പോലും നാം കേൾക്കാറില്ല. ഇന്നത്തെ കാലയളവിൽ നാം നോക്കുമ്പോൾ എല്ലാ സംരംഭങ്ങളും അത് ലൗകികമായ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾക്കുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇന്ന് നാം പലപ്പോഴും ജനവും സമൂഹവും ദേവാലയങ്ങളും കൂട്ടായ്മകളൊക്കെ ഓടുന്നത് കാണുന്നത്. നാം എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായൊരു ലക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ ആത്മീയ ലക്ഷ്യം എന്ന് പറയുമ്പോൾ
ഞാൻ അനുഭവിക്കുന്ന ഈ ക്രൈസ്തവ സന്തോഷം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, സാമീപ്യം, സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മധ്യത്തിലേക്ക് എത്തിക്കുക മാത്രമല്ല, അവരെ ഇതിലേക്ക് ആകർഷിക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും പ്രയത്നങ്ങളുടെയും ആവശ്യമുണ്ട്. അപ്രകാരം ഒരു കാര്യം വന്നു കഴിയുമ്പോൾ, അതൊരു പ്രയത്നവും ഒരു പ്രവർത്തനവും ഒരു പ്രാർത്ഥനയും ഉണ്ടായിത്തീരുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള മാറ്റങ്ങൾ ആ ശുശ്രൂഷകളിലും സഭകളിലും ഇടകളിലും ഒക്കെ നമുക്ക് കണ്ടറിയുവാൻ കഴിയും. ഈ വർഷത്തിൻ്റെ പ്രാരംഭം നാം നോക്കുമ്പോൾ ആ അമേരിക്കൻ രാജ്യത്തിൽ ഏറ്റവും പ്രതിസന്ധി ആണ് നാം കാണുവാനിടയായത്. അത് എന്തുകൊണ്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു സമൂഹ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവമുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുൻപിലാണ് ഇന്ന് നമ്മുടെ തലമുറകൾ ജീവിക്കുന്നത്. കാരണം അവർക്ക് യഥാർത്ഥമായ കർത്താവിനെ അനുഭവമാക്കുവാനോ ആ കർത്താവിൻ്റെ സന്തോഷം, സാന്നിധ്യം, സാമീപ്യം അനുഭവമാക്കുവാനോ പലപ്പോഴും കഴിയാതെ പോകുന്ന അവസ്ഥകൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ ലൗകികമായ പല കാര്യങ്ങൾക്കുള്ള ഓട്ടത്തോടോട്ടമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഓടുമ്പോൾ പലപ്പോഴും നാം മറന്നുപോകുന്നത് നമ്മെ എന്തിനാണ് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നീ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മെ എല്ലാം ദൈവം വിളിച്ച വിളിയിലൊത്തവണ്ണമാണ് നാം ജീവിക്കുന്നത്. നാം ഈ ലോകത്ത് ജനിക്കുമ്പോൾ മുതൽ ദൈവത്തിന് നമ്മിൽ കൂടെ നിവൃത്തിയാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് എത്രമാത്രം നാം ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്നുണ്ടോയെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം. അവിടെ 3-4 കാര്യങ്ങൾ. ഒന്ന്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം ഇന്ന് യഥാർത്ഥത്തിൽ അതുതന്നെയല്ലേ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ കാണാതെ പോയിരിക്കുന്നത്. സാക്ഷികളുടെ സമൂഹം, സാക്ഷ്യങ്ങൾ വിരളമായ ഒരു ജീവിത സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനുള്ള സാക്ഷ്യം, എൻ്റെ ദൈവം തീച്ചൂളയുടെ മധ്യത്തിൽ കടന്നു വന്ന് എന്നെ വിടുവിച്ചെന്ന് പറയുന്ന സാക്ഷ്യം കേൾക്കുവാനിടയായിട്ടുണ്ടോ? മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് എന്നെ കോരിയെടുത്ത ദൈവത്തിന് മഹത്വം കരുതത്തക്കവണ്ണം നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പലപ്പോഴും അപ്രകാരമുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കുമ്പോൾ അത് നാം ആയിരുന്ന ആശുപത്രിയുടെ ഉൾമുറിയിൽ അവരുടെ പ്രവർത്തനം കൊണ്ടൊക്കെയാന്നുള്ള വാക്കുകൾ നാം കേൾക്കാറുണ്ട്. പക്ഷെ അവിടെ പ്രവർത്തിച്ചത് ആരാണെന്ന് പലപ്പോഴും നാം മറന്നു പോകുന്നുണ്ട്. അപ്രകാരം ഒരു സാക്ഷ്യങ്ങളുടെ മധ്യത്തിലായിരുന്നപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? നിങ്ങളുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിരം. അപ്പോൾ സാക്ഷികളുടെ സമൂഹത്തിൽ മാത്രമേ നമുക്ക് അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് ചുറ്റും നോക്കുമ്പോൾ പാപമംഗലമായ ലക്ഷ്യബോധമില്ലാത്ത ജീവിക്കുന്ന, ലൗകിക ചിന്തകളിൽ ജീവിക്കുന്ന ഒരു ജനമധ്യത്തിൽ ആയിരിക്കുമ്പോൾ അവിടെ നാം എപ്രകാരമാണ് നമ്മുടെ ഭാരം ഒന്ന് മാറ്റിവെക്കുന്നത്? എപ്രകാരമാണ് പാപ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ ഒന്ന് വേർതിരിച്ച് ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ഓടുവാൻ കഴിയുന്നത്? അവിടെയാണൊരു മാറ്റത്തിൻ്റെ ആവശ്യം. എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ദൈവം ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മളെ സാക്ഷികളായി വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ 2-ാം വരവിനായി ലോകത്തിലുള്ള ജനതകളെ ഒരുക്കുവാൻ വേണ്ടിയാണ്, അല്ലാതെ ലൗകികരായി ജീവിക്കുവാൻ വേണ്ടിയല്ല. നമുക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ സാക്ഷ്യമുള്ളൊരു ജീവിതത്തിലേക്ക്
നാം കടന്നു വരേണ്ട ആവശ്യമുണ്ട്. മുമ്പോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. കർത്താവിനെ പറ്റി ഇത്ര വ്യക്തമായിട്ടാണ് കർത്താവ് കടന്നു വന്ന ദൗത്യവും കർത്താവിൻ്റെ ലക്ഷ്യത്തെ പറ്റി എബ്രായ ലേഖനത്തിൽ ഇത് പറയുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കാം. എന്തുകൊണ്ടും നോക്കാം. കർത്താവിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാവിധ ദുർഘട പ്രതിസന്ധികളും വ്യക്തമായി അറിയാനിട്ടും അവയൊന്നും ആ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്കൊരു പ്രതിസന്ധി ആയിട്ടില്ലായിരുന്നു. കാരണം താൻ സൃഷ്ടിച്ച സൃഷ്ടികൾ ഇന്ന് സൃഷ്ടികർത്താവിനെ മറന്ന് ജീവിക്കുന്ന ഒരു കാലയളവിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. യഹൂദ ജനം അന്ന് നോക്കുമ്പോൾ അവർക്ക് നൽകിയിരിക്കുന്ന 10 കൽപ്പനകൾ അതിനുപകൽപ്പനകളും സാഹചര്യങ്ങൾക്കൊത്തവണ്ണം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി ഒരുക്കി ജീവിക്കുന്ന ഒരു ജനമധ്യത്തിലാണ് കടന്നു വന്നത്. അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായി യഹോവയായ ദൈവത്തോട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥകളിൽ കടന്നുപോയത് കൊണ്ടാണ് സൃഷ്ടികർത്താവായ കർത്താവ് തന്നെ ഈ ഭൂമുഖത്ത് മനുഷ്യപുത്രനായി ജനിച്ച് ജനമധ്യത്തിൽ കടന്നു വന്ന് യാഗമായി അർപ്പിക്കപ്പെടത്തക്കോണം ഒരുക്കുന്ന അവസ്ഥയാണ്. അവിടെ എത്ര വ്യക്തമായിട്ട് അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ആർക്കു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. കർത്താവ് ഈ ഭൂമുഖത്ത് ഏകജാതനായി കടന്നു വന്ന് ഈ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റ് ക്രൂശിൻ്റെ മരണത്തിലേക്ക് തന്നെത്താൻ താഴ്ത്തി കൊടുത്തത് എനിക്കും നിങ്ങൾക്കും നല്ല ജീവൻ നിത്യതയിലേക്കുള്ളൊരു വഴിയൊരുക്കുവാൻ വേണ്ടിയാണ്. പലപ്പോഴും അത് മറന്നിട്ടല്ലേ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഓട്ടത്തിൽ ഓടുമ്പോൾ, അനേകരെ മുറിവേൽപ്പിക്കുമ്പോൾ, അനേകരെ തള്ളി മാറ്റുമ്പോൾ നാം മറന്നു പോകുന്ന നാം എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? ലൗകികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ, ലൗകികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയോ, ലോകം തരുന്ന സന്തോഷത്തിന് വേണ്ടിയാണോ നാം ഓടുന്നത്? അതോ എൻ്റെ ലക്ഷ്യം ക്രൂശിൽ മരിച്ച കർത്താവും നിത്യതയിലൊക്കെ ജീവനിലേക്ക് പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ഓട്ടമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നെന്ന് പറയുമ്പോൾ, കാരണം ഇന്ന് ലോകമെമ്പാടും നാം നോക്കുമ്പോൾ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ ഇവയൊക്കെയാണ് കാണുന്നത്. ഇവയൊക്കെ എൻ്റെ 2-ാം വരവിൻ്റെ ആരംഭം കുറിക്കുന്നെന്നാണ് പറയുന്നത്. ഇന്ന് എന്നെയും നിങ്ങളെ വിളിക്കൊത്തവണ്ണം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്കൊത്തവണ്ണം ആ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ കഴിയുന്നുണ്ടോ? ക്രൈസ്തവ സമൂഹത്തിൽ നാം ജനിച്ച് വളർന്നതുകൊണ്ട് ക്രിസ്ത്യാനിയാകുകയില്ല. എല്ലാ ദിവസവും ദേവാലയങ്ങളിൽ കടന്നുപോയതുകൊണ്ട് നാം ക്രിസ്ത്യാനിയാകുകയില്ല. എല്ലാ ദിവസവും ദേവാലയത്തിൽ കടന്നുപോയി തിരുമേശകൾ സംബന്ധിച്ചുകൊണ്ട് നാം ക്രിസ്ത്യാനിയാകുകയില്ല. നാം യഥാർത്ഥമായ ക്രിസ്ത്യാനിയാകണമെങ്കിൽ എൻ്റെ ഉള്ളിലൊരു രൂപാന്തരത്തിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ചിന്തകളിലുള്ള ലക്ഷ്യത്തിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ആ ലക്ഷ്യം എൻ്റെ കർത്താവിൻ്റെ 2-ാം വരവിനായി ജനത്തെ ഒരുക്കുന്നതും എൻ്റെ കർത്താവിൻ്റെ 2-ാം വരവിൽ കർത്താവിനോടൊപ്പം വസിക്കത്തക്കോണം നിത്യജീവിലേക്ക് നമ്മളെ തന്നെ ഒരുക്കുന്ന ജീവിതമായി മാറണം. അപ്പോഴാണ് യഥാർത്ഥമായി ക്രൈസ്തവ ലക്ഷ്യത്തിലേക്ക് നാം ഒരുക്കപ്പെടുന്നത്. ജനത്തെ ദേവാലയങ്ങളിൽ കൂട്ടിക്കൊണ്ടുവരണം, കൂട്ടായ്മയിൽ കൂട്ടിക്കൊണ്ടുവരണം. അവരുടെ വേദനയിലേക്ക് കടന്നു നിന്ന് ഇന്നും ജീവിക്കുന്ന കർത്താവ് പ്രവർത്തിക്കുന്നുള്ളൊരു സാക്ഷ്യത്തോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം. 2000 വർഷം മുമ്പ് ജനിച്ച് ക്രൂശിൽ മരിച്ച കർത്താവല്ല, ഇന്നും എന്നോടൊപ്പം വസിക്കുന്ന, തീച്ചൂളയുടെ മധ്യത്തിൽ കടന്നു വരുന്ന, സിംഹക്കൂട്ടിൽ കടന്നു വരുന്ന കർത്താവാണ് എൻ്റെ കർത്താവെന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കാണും, പ്രതികൂല സാഹചര്യങ്ങൾ കാണും.
മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങൾ കാണും. അവിടുന്നൊക്കെ വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം ക്രൂശിൽ മരിച്ച കർത്താവിലായിരിക്കണം. ഫിലിപ്പിയ-ലേഖനം 2:8-9 വായിക്കുമ്പോൾ മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമങ്ങളിലും ശ്രേഷ്ഠമായ നാമം അവന് നൽകി. എന്തുകൊണ്ട്? സൃഷ്ടികർത്താവ് തൃത്വത്തിൽ ഒരുവൻ, ആ തൃത്വത്തിൽ ഒരുവനായ സൃഷ്ടികർത്താവ് ഭൂമുഖത്ത് കടന്നു വന്നത് എന്തുകൊണ്ട്? തൻ്റെ സൃഷ്ടികളെ വീണ്ടെടുക്കുവാൻ വേണ്ടി. അവര് വീണുപോയ പാതയിൽ നിന്ന് അവരെ വീണ്ടെടുക്കുക വേണ്ടി, അവർക്കൊരു പാതി ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി, തൻ്റെ പിതാവിങ്കിലേക്ക് കടന്നു വരത്തക്കവണ്ണം കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ മുദ്രയിട്ട ജനത്തിന് മാത്രമേ കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ മുദ്രയിടുക എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പാതകൾ ദൈവഹിതമാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവിക സാന്നിധ്യം, ദൈവിക സാമീപ്യം നിറഞ്ഞ ജീവിതമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രതിസന്ധി മേഖലകളിൽ കോരിയെടുത്ത കർത്താവിനെ നമ്മുടെ ജീവിത സാക്ഷ്യമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഇത് പലപ്പോഴും നാം ഓടുമ്പോൾ നാം കടന്നു വന്ന വഴി അങ്ങ് മറന്നുപോകും. ഒന്നുമില്ലായിരുന്ന സാഹചര്യത്തിൽ ദൈവം എപ്രകാരമാണ് അനുഗ്രഹത്തോടെ ഓരോ ദിവസവും വഴി നടത്തിയതെന്നും മറന്നുപോകും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച നന്മകളെപ്പറ്റി നാം മറന്നുപോകും. അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യത്തിൻ്റെ, നമ്മുടെ ദൃഷ്ടിക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നാം എന്തിനെയാണ് കാണുവാൻ ആഗ്രഹിക്കുന്നതാണ്, എന്തിനെയാണ് നാം ആഗ്രഹിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏത് ലക്ഷ്യത്തെയാണ് നോക്കിയാണ് നാം ഓടുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എബ്രായലേഖനം 12:3 ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ച് തളർന്നു പോകാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള ദ്രോഹം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. പാപികളാൽ തനിക്ക് നേരിട്ട, അതായത് കർത്താവ് പാപം ചെയ്തിട്ടില്ലായിരുന്നു. കർത്താവ് നമ്മുടെ പാപം ഏറ്റെടുക്കുവാൻ വേണ്ടി എല്ലാ നിന്ദയും പരിഹാസവും വേദനകളും വഹിച്ചുകൊണ്ട് കാൽവറിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അതിനൊരു കാരണമുണ്ട്. ആ കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ മരിച്ചവരുടെ ദൈവമായി മാറിയേനെ. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നവരുടെ ദൈവമാണ്, ഇന്നും ജീവിക്കുന്നവരുടെ കൂട്ടാളിയാണ്. കല്ലറയിൽ അടക്കപ്പെടുവാനല്ലായിരുന്നു കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു വന്നത്. 3-ാം ദിവസം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത്. നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് എത്ര വലിയ തീച്ചൂളയുടെ അനുഭവമാണെങ്കിലും 4-ാമനായി അവൻ കടന്നു വരും. നമ്മുടെ രോമത്തെ ആ തീ അഗ്നിനാവ് തൊടുവാൻ പോലും അവനിടയാക്കുകയില്ല. അത് അനുഭവമാക്കണമെങ്കിൽ ആ കർത്താവുമായിട്ടൊരു ബന്ധം ആവശ്യമുണ്ട്. കർത്താവുമായിട്ട് ബന്ധം എന്ന് പറയുന്നത് വചനമായിട്ടുള്ള ആഴമായ ബന്ധമാണ്. വചനം നമ്മെ ശക്തീകരിക്കുവാനിടയാക്കും. വചനം നമ്മെ നേർവഴിയിൽ വളർത്തുവാനിടയാക്കും. സത്യത്തിനെ കാണുവാൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നാം കേൾക്കുന്ന വചനങ്ങൾ, നാം കേൾക്കുന്ന ദൂതുകൾ, പ്രസംഗങ്ങൾ, ഇവയൊക്കെ സത്യസന്ധമായിട്ടാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് വചനത്തിന് അടിസ്ഥാനമായതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ കർത്താവിനാണോ മഹത്വം കൊടുക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടി. കർത്താവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിലെ ഓട്ടത്തിൽ കർത്താവ് ലക്ഷ്യമായി തീരുമ്പോൾ മറ്റൊന്നിനും പിന്നെ അവിടെ സ്ഥാനമില്ലാതെ
മാറും. 2 കൊരിന്ത്യർ 4:17-18 വായിക്കുമ്പോൾ, ഞങ്ങളുടെ ക്ഷണികവും നിസ്സാരവുമായ കഷ്ടത ഞങ്ങളുടെ ക്ഷണികവും നിസ്സാരവുമായ കഷ്ടത അത്യന്തം ഘനമേറിയ നിത്യ തേജസ് അത്യന്തം ഘനമേറിയ നിത്യ തേജസ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ മുഖാന്തരമാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികവും കാണാത്തത് നിത്യവുമാകുന്നു. നാം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ആ ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയയിൽ നടന്ന അഗ്നി അതിമനോഹരമായ, എത്രയോ ശ്രേഷ്ഠമായവരവിടെ താമസിച്ചൊരു സ്ഥലമായിരുന്നു. അവരുടെ ജീവിത സമ്പാദ്യങ്ങൾ, മൂല്യമേറിയ കാര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവര് എന്തിനെ വെച്ച് അഹങ്കരിച്ചോ അത് ഉന്മൂലനാശമായിപ്പോയി. പക്ഷേ ദൈവവുമായിട്ടൊരു ബന്ധമുള്ളവരുടെ ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് അവിടെ പ്രവർത്തിച്ചതെന്നും പല കാര്യങ്ങൾ നമുക്ക് കാണുവാനും ഇടയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം എന്തിനെയാണ് ആശ്രയിക്കുന്നതെന്ന് എപ്പോഴും നാം ചിന്തിക്കണം. ലൗകികമായ പല കാര്യങ്ങളിൽ നാം ആശ്രയിച്ച് ആ ആശ്രയം നമ്മളെ വിടുവിക്കുവാൻ കഴിയുകയില്ലെന്ന് നാം ചിന്തിക്കണം. എൻ്റെയും നിങ്ങളുടെയും ആശ്രയം എൻ്റെ കർത്താവിൽ മാത്രമായിരിക്കണം. ആ കർത്താവിൽ ആശ്രയമായി തീരുമ്പോൾ എത്ര വലിയ പ്രതിസന്ധി വന്നാലും, കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും ശാന്തമാക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയും. കർത്താവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമോ, ഒരു പ്രതിസന്ധിയോ, ഒരു പ്രതികൂലമോ, വേദനയോ, കഷ്ടതയോ, അസ്വസ്ഥതയോ ഒന്നും വരികയില്ലെന്നെങ്ങും വചനത്തിൽ പറയുന്നില്ല. ആ പാതയിൽ കടന്നു പോകുന്ന ജീവിതത്തിൽ ഇവയൊക്കെ കാണും. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നമ്മെ വഴി നടത്തുന്ന കർത്താവിൻ്റെ കരമുള്ളപ്പോൾ നമ്മെ വിളിച്ച ലക്ഷ്യത്തിലേക്ക് എത്തത്തക്കണം കർത്താവ് നമ്മളെ വഴി നടത്തുക മാത്രമല്ല, കർത്താവിൻ്റെ സ്വാതന്ത്ര്യവും സമാധാനവും വിടുതലും ഓരോ നിമിഷവും നാം അനുഭവിച്ചറിയുവാൻ കഴിയും. ഏറ്റവും അവസാനം ഫിലിപ്പിയർ 3:14 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിജയം നേടുന്നതിനായി ഞാൻ ലക്ഷ്യത്തിലേക്ക് അതിവേഗത്തിൽ പായുന്നു. ഫിലിപ്പിയ സഭയോട് പൗലോസ്ലീഹ പറയുന്ന കാര്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗം പായുന്നു. എന്തിനെ ചിന്തിച്ച്? ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിജയം നേടുന്നതിനായി. നമ്മയൊക്കെ അപ്രകാരം വിളിച്ച വിളിയുണ്ട്. പലപ്പോഴും നാം അത് കേൾക്കാതെയാണ് ജീവിക്കുന്നത്. നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥത്തിൽ. കാരണം നാം ആ വിളി കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നാം ജീവിക്കുന്ന ജീവിത ശൈലികൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ നിരൂപണങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ പ്രതികരണങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. കർത്താവിൻ്റെ വിളി കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാഭമായതെല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ട് പൗലോസ്ലീഹ ഓടിയതുപോലൊരു ഓട്ടത്തിലേക്ക് നാം ആയിത്തീരണം. അതിനായി നമ്മെ തന്നെ ഒരുക്കുമ്പോൾ ഈ പുതുവർഷത്തിൽ, ഈ ദിവസത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്നുവരെ, ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയുമെന്നോ, അല്ലെങ്കിൽ ഒരു ആത്മീയമായ ലക്ഷ്യമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്കൊരു മാറ്റം വരുത്താം. നമ്മെ ആക്കിയിരിക്കുന്ന സഭകളായാലും ശുശ്രൂഷകളിലായാലും കർത്താവിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് ഒരു ലക്ഷ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാം. അപ്രകാരം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കലരഹമുണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗസ്നാഥ കർത്താവേ, ഈ വർഷത്തിൽ കർത്താവേ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലക്ഷ്യബോധത്തോടെ പ്രവർത്തിപ്പാൻ കർത്താവേ, ഒരാത്മീയ ലക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തന്നെ ചിന്തിച്ച് അതിലേക്ക് ഓടുവാൻ കർത്താവേ, അങ്ങ് വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യവണ്ണം പ്രവർത്തിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളും
ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവേ. അങ്ങയുടെ മഹത്വത്തിന് ഒത്തരവണ്ണം ഞങ്ങളെ ഓരോ ദിവസവും നിലകൊള്ളുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ അങ്ങേക്ക് വേണ്ടി ആദായപ്പെടുത്തുവാൻ ക്ലേശത്തിൻ്റെയും പ്രതിസന്ധികളുടെയും തീച്ചൂളയുടെ മധ്യത്തിൽ കടന്നു പോകുന്നവരെ വീണ്ടെടുക്കത്തക്കോണം നമ്മുടെ വചനത്തിൽ കൂടെ അവരുടെ ജീവിതങ്ങളെ അങ്ങനെ പ്രത്യാശയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവിടുന്ന് ഈ സംരംഭം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇതിനെ എത്രത്തോളം ബലപ്പെടുത്തിയ സ്തോത്രം. എൻ്റെ കൃപയിൽ കർത്താവേ, ഈ കേൾക്കുന്ന മക്കളെ കർത്താവേ, നിൻ്റെ വചനത്തിൽ ബലപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.